ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെ ജെ റീനയുടെ സ്ഥലമാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിൽ. നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷം മേൽക്കോടതിയെ സമീപിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർ കെ ജെ റീനയ്ക്ക് ഇനിയും കാലാവധി ഉള്ളതിനാൽ മേൽക്കോടതിയിലും തിരിച്ചടി ലഭിക്കുമോ എന്ന ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ ചെയ്യുന്നു. റിനു, അപ്പോൾ അത് കൃത്യമായ തിരിച്ചടിയാണ്. പ്രതിരോധത്തിലാവുന്നത് മാത്രമല്ല, ഈ പകർച്ചവ്യാധി പ്രതിരോധ സമയത്ത് വല്ലാത്തൊരു ഒരു അങ്കലാപ്പിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ട് സർക്കാരിനെ എത്തിക്കുകയും ചെയ്യുന്നു. റിനു, തീർച്ചയായും ഹാഷ്മി, ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെയുള്ള നടപടി, ആ നടപടിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇന്നലെ വിധി, ആ സ്റ്റേ അല്ലെങ്കിൽ ആ വിധി നടപടി സ്റ്റേ ചെയ്തുകൊണ്ടൊരു വിധി പുറപ്പെടുവിച്ചത്. ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പിനെ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം LDF നിയമിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോയി. 15 ദിവസത്തെ അവധി അപേക്ഷ നൽകിയത് എന്നുള്ളതാണ് ഈ കെ ജെ റീനയെ സ്ഥലം മാറ്റുന്നതിലേക്കുള്ള കാരണമായി ആദ്യഘട്ടത്തിൽ ഉത്തരവിൽ സൂചിപ്പിച്ചത്. പിന്നീട് അത് അങ്ങനെയല്ല, 2.5 ദിവസം മാത്രമാണ് അവർ അപേക്ഷിച്ചത് എന്നുള്ളത് കെ ജെ റീനെ തന്നെ തെളിവ് സഹിതം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ ഉത്തരവ് തിരുത്തി ഇവരുടെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഈ ഒരു സ്ഥലം മാറ്റം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമ ഉപദേശം ലഭിച്ചതിന് ശേഷം മാത്രം മതി മേൽക്കോടതിയെ സമീപിക്കൽ എന്നുള്ളതാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് മേൽക്കോടതികൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും വിശദമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷം ഈ മേൽക്കോടതിയെ സമീപിച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. കെ ജെ റീനയ്ക്ക് ഇനിയും കാലാവധി ഉണ്ട്, അതുകൊണ്ട് വലിയ തിരിച്ചടി മേൽക്കോടതികളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൂടി ഇടപെട്ടതോടുകൂടി വലിയ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പ് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.